ഹലോ ഫ്രണ്ട്സ്, റിയൽ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലൻ ഒരു ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു ആപ്പാണിത്. പലർക്കും ഈ വീഡിയോ കാണുന്ന മിക്കവാറും ആർക്കും ഈ ആപ്പിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല, ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്താണ് ഈ ആപ്പിൻ്റെ പേര് പോലും കേട്ടിട്ടില്ലാത്ത പലരും കാണും. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്പാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് എല്ലാം ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അധികം വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആപ്പിൻ്റെ ഉപയോഗം എന്താണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ നമ്മുടെ ചില വീഡിയോസ് കാണും. അപ്പോൾ ആ വീഡിയോസിനകത്തുള്ള പാട്ട് നമുക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. എന്ന് പറയുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ ആ വീഡിയോക്കകത്ത് കാണുള്ളൂ. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ പാട്ട് ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിലോ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അറിയാമെന്നുള്ള ആയിരത്തെങ്കിലും ചോദിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അതിനുള്ളൊരു സൊല്യൂഷനാണ്. ഒരു പാട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. ആ പാട്ട് ഫുള്ളായിട്ട്, ആ സോങ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷസം എന്നുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഷസം എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുക. ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ആപ്പ് തന്നെയാണിത്. അതങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു സിമ്പിളായിട്ടുള്ളൊരു ആപ്പ് തന്നെയാണ്. നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പേരറിയില്ലെങ്കിൽ ആ പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ഒരു കിഡിലൻ ആപ്പാണിത്. മിക്കവാറും ആർക്കും ഈ ഒരു ആപ്പിനെ കുറിച്ച് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഷസം സെറ്റിംഗ് ആപ്പ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റിംഗ് ആപ്പായിട്ട് വരും. സെറ്റപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുക്കൊരു സർക്കിളിലൊരു ബട്ടണുണ്ട്. ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പെർമിഷൻ അലോ ചെയ്യാനായിട്ടൊന്ന് ചോദിക്കും. അപ്പോൾ അതൊന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഫോണിൽ എന്തോ പ്രശ്നമുള്ളതാണ് ഈ സെറ്റിങ്സിലൊക്കെ കയറേണ്ടി വരുന്നത്. സാധാരണ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാട്ട് ലിസൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫോണിൽ അടുത്ത് വേറൊരു ഫോണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസിലോ നമുക്ക് ഇത് കേൾപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ പേര് നമുക്ക് അവിടെ കാണിക്കും. പിന്നെ ആ പാട്ടിൻ്റെ പേരിന് മുകളിലൊന്ന് ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ പേര് കോപ്പിയാവും. ആ കോപ്പിയായ ആ ടെക്സ്റ്റ് വെച്ച് നമുക്ക് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന പാട്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊന്ന് കോപ്പി ചെയ്ത് യൂട്യൂബിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ പാട്ട് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്പാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ നല്ലൊരു ആപ്പാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കുറേയധികം പാട്ടുകൾ ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമുള്ള പാട്ടുകളും കുറച്ച് വരികളും നമുക്ക് അറിയാത്ത ഭാഷ ഇംഗ്ലീഷ് അല്ലാത്ത കുറേ പാട്ടുകളും ഇപ്പോൾ പുതിയ ഇംഗ്ലീഷ് അല്ലാത്ത പാട്ടുകളെല്ലാം ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മിക്കവാറുള്ള കുറേ പാട്ടുകളെല്ലാം ഞാൻ ഈ ഷസം ആപ്പ് ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു നല്ല ആപ്പ് തന്നെയാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഒരു കിഡിലൻ ആപ്പാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഈ ആപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഈ വീഡിയോ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സോ അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.